യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ജനകോടികൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ, ഈ മണിക്കൂറിനെ അങ്ങ് ഏറ്റെടുക്കണമേ. അത്ഭുതങ്ങളിലൂടെ അങ്ങ് വഴി നടത്തണമേ. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും ആത്മാവിൻ്റെ ചൈതന്യം, ദൈവശക്തി, ദൈവവചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. കർത്താവേ, അനേകരുടെ ഹൃദയങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, കർത്താവേ, ഞങ്ങളുടെ കരമൊന്ന് നീട്ടണമേ. അനേക മക്കളെ ഇപ്പോൾ ഒന്ന് തൊടണമേ. അത്ഭുതകരമായ ഒരു ദൈവശക്തിയുടെ പ്രവാഹം ഇപ്പോൾ ഉണ്ടാവട്ടെ. വചനം സ്വീകരിക്കുവാൻ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവെ ഇപ്പോൾ തുറക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വചനം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവ മൂലം നിങ്ങളുടെ മനസ്സ് ദുർബലമാവുന്നു. ഒരു കെണിയിൽ നിങ്ങൾ അകപ്പെടാനായിട്ട് പോകുക. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്, നമ്മൾ എവിടെ തിരിഞ്ഞാലും നമ്മൾ കാണുന്നത് ആഡംബരത്തിൻ്റെയും സുഖലോലുപതയുടെയും ഒരു ലോകത്തിലേക്കാണ് മനുഷ്യനിങ്ങനെ കടന്നു പോകുന്നത്. ലോകം മുഴുവൻ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ലോകത്തെ പഠിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുതന്നെയാണ്. മനുഷ്യരെല്ലാം സുഖലോലുപത, ആഡംബരം, ജീവിതത്തിൻ്റെ വ്യഗ്രത, പണം സമ്പാദിക്കുക, നേട്ടങ്ങളുണ്ടാക്കുക, പ്രശസ്തി നേടുക, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഉൾക്കൊണ്ട് ഉള്ള ഒരു ജീവിതം. ലോകത്തിൻ്റെ മനുഷ്യനായിട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളെയാണ് നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുവാൻ, ശരീരത്തിലും ആത്മാവിലും മനസ്സിലും സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ
മഹത്വപ്പെടുത്തി. യേശു നടന്ന സഹനത്തിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ താല്പര്യമില്ലാത്ത അനേകം ഭക്തരായിട്ടുള്ള ആളുകളെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്. ഇന്ന് ദൈവഭക്തി ലോകത്തിൻ്റെ നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു കാര്യമായിട്ട് പലരും ചിന്തിക്കുകയാണ്. പലപ്പോഴും ദേവാലയങ്ങളിൽ എത്തിച്ചേരുന്നവർ, ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നവർ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, അവർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വയ്ക്കുവാനായിട്ടുള്ളത് ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. ലോകത്തിൻ്റെ മേഖലയിൽ ഒരു വളർച്ച ഉണ്ടാവണം, സാമ്പത്തിക ഉയർച്ച ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം, ലോകത്തിൻ്റെ കാര്യങ്ങൾ എന്തുണ്ടോ അത് നേടുവാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലാണ് എല്ലാവരും. മാതാപിതാക്കന്മാർ പോലും മക്കളെ പ്രാർത്ഥനയിൽ, വചനത്തിൽ വളർത്തുവാനായിട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല. പലരും അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ലോകത്തിന് മനുഷ്യരായി വളർത്തുക, ലോകത്തിൻ്റെ നേട്ടങ്ങൾ എത്രമാത്രം കൈപ്പിടിയിലാക്കാമോ അതിനുവേണ്ടി മക്കളെ പരിശീലിപ്പിക്കുന്ന ധാരാളം മാതാപിതാക്കന്മാരെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്. സുഖലോലുപത ഏറ്റവും വലിയ ഒരു പാപമായിട്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, അനേകം വിശുദ്ധാത്മാക്കൾ കത്തോലിക്ക സഭയിലുണ്ട്. കത്തോലിക്ക സഭയിൽ ജീവിച്ച വിശുദ്ധന്മാർ, വിശുദ്ധകൾ അവരെല്ലാവരും സഹനം ഏറ്റെടുത്തവരായിരുന്നു. ശരീരത്തിൽ വേദന അനുഭവിച്ചവരായിരുന്നു, രോഗങ്ങൾ സഹിച്ചവരായിരുന്നു, പീഡനങ്ങളിലൂടെ കടന്നുപോയവരായിരുന്നു. അപ്പോൾ സുഖലോലുപതയിലേക്ക് പോകാതെ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്ത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ശരീരത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ശരീരത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വലിയ വലിയ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് വിശുദ്ധന്മാരായിട്ട് മാറിയിട്ടുള്ളത്. അത് സുഖലോലുപതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ദൈവരാജ്യം സ്വന്തമാക്കുക എളുപ്പമല്ല. നിത്യജീവനിൽ കടന്നു പോകണമെങ്കിൽ കുരിശെടുത്തുകൊണ്ട് കുരിശിൻ്റെ വഴിയെ ഉള്ള ഒരു യാത്ര, ആ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ, നിത്യതയിൽ അവനോടുകൂടെ ആയിരിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ലോകത്തിൻ്റെ സുഖലോലുപതയ്ക്ക് പിന്നാലെ പോകുന്ന എല്ലാവരും, യുവാക്കന്മാർ, യുവതികൾ, മധ്യവയസ്കർ, എല്ലാവരും ആ പാപത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോവുക. കഴിഞ്ഞ മാസം ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞതാണ്, അദ്ദേഹം ഒരു ഹോട്ടലിലെ ജോലിക്കാരനാണ്. ആ ഹോട്ടലിലൊക്കെ പാപത്തിൻ്റെതായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. മദ്യപാനവും ലൈംഗികതയിലുള്ള പാപങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, 60ഓളം വയസ്സുള്ള ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം സംസാരമധ്യേ പറയുകയാണ്, അദ്ദേഹം മദ്യപിക്കും, അദ്ദേഹത്തിന് പ്രായം കുറവുള്ള പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്താൽ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കാം. ആ ജഡത്തിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടി എത്ര ലക്ഷം രൂപ വേണമെങ്കിലും മുടക്കുവാൻ ഈ മനുഷ്യൻ തയ്യാറാണ്. എന്നോട് പറഞ്ഞ വ്യക്തി പറയുകയാണ്, സമൂഹത്തിലെ മാന്യനാണ്, ആരും കുറ്റം പറയുന്നൊരു വ്യക്തിയല്ല. ലക്ഷങ്ങൾ മുടക്കുവാൻ, പാപത്തിൻ്റെ സുഖമനുഭവിക്കുവാൻ, ജഡത്തിൻ്റെ സുഖമനുഭവിക്കുവാൻ, എന്തു ചെയ്യുവാനും മടിയില്ലാത്ത അനേകം മനുഷ്യരെ നമ്മൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. പത്രമാധ്യമങ്ങളിൽ നമ്മൾ എത്രയോ വാർത്തകളാണ് വായിക്കുന്നത്. സുഖലോലുപതയ്ക്ക് വേണ്ടി, ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി ഏതു മാർഗത്തിലും പണം സമ്പാദിക്കുന്ന വ്യക്തികൾ, എന്തു തിന്മ ചെയ്തും എന്ത് ദ്രോഹം ചെയ്തും ജീവിതത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പരക്കം പായുന്ന അനേക മനുഷ്യരെ നമ്മളിന്ന് കാണുന്നുണ്ട്. മനുഷ്യന് അവൻ്റെ ജഡത്തിൻ്റെ സുഖം, ആ സുഖത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ പിശാച് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുക. സുഖലോലുപത വലിയൊരു പാപമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. സുഖലോലുപതയിൽ നിന്ന് നമ്മൾ പിന്മാറണം. സുഖലോലുപത നിറഞ്ഞ ഒരു ജീവിതം, അമിതമായ ഭക്ഷണാസക്തി, കാമാസക്തി, കണ്ണുകടാസക്തി, ജഡത്തിൻ്റെ വികാരങ്ങൾ, മ്ലേച്ഛമായ കാഴ്ചകൾ കാണുക, ജഡസുഖങ്ങൾ, ഹൃദയം മുഴുവൻ അശുദ്ധിയും മ്ലേച്ഛതയുമാണ്. പുറമേ കാണുമ്പോൾ ആൾ കുഴപ്പമില്ല, പക്ഷേ ഹൃദയം നിറയെ തിന്മയും
വഞ്ചനയും കാപട്യവും നിറഞ്ഞ വ്യക്തികൾ. ജഡത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉപേക്ഷിക്കുവാൻ അവർക്ക് മടിയില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുവാനായിട്ട് മടിയില്ല. ദൈവത്തിൻ്റെ വചനത്തെ ചവിട്ടി മെതിക്കാനായിട്ട് മടിയില്ല. ജഡത്തിൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി, സുഖലോലുപതയ്ക്ക് വേണ്ടി, ആഡംബരത്തിനു വേണ്ടി പണം വലിച്ചെറിയുവാൻ, പണം എത്രമാത്രം ചെലവഴിക്കാനും മടിയില്ലാത്ത വ്യക്തികൾ. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഇതിന് ദൈവസന്നിധിയിൽ ഒരിക്കൽ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തോട് നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും. ന്യായാസനത്തിന് മുൻപിൽ, ദൈവിക ന്യായാസനത്തിന് മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഇന്നും ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം സന്യാസ ജീവിതം നയിക്കുന്ന അനേകം ദൈവഭക്തരായ മനുഷ്യരുണ്ട്. ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ആശ്രമങ്ങളിൽ ജീവിക്കുന്നവർ, അത്യാവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവർ, മിണ്ടാമടങ്ങളിൽ പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പ്രാർത്ഥനയിലെ മണിക്കൂറുകൾ, ദിവസങ്ങൾ രാപകല് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ. അങ്ങനെ ഈ ലോകത്തിൻ്റെ കോണിൽ അനേകർ ദൈവത്തോടൊത്തായിരുന്നു പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും മായയും വിട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലായിരുന്നു പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട്. അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര്, അവർ കരുണയ്ക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ഇന്ന് നിലനിൽക്കുന്നത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ത്യാഗമേറ്റെടുത്ത് മിറ്റിലെ നിന്ന്, ചരലെ നിന്ന് സഹിച്ചുകൊണ്ട്, ഉപവസിച്ചുകൊണ്ട്, വേദന ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേക മക്കളുണ്ട്. അവരിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെയാണ് ഇന്ന് ഈ ലോകം നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ തിരിച്ചറിയണം, നീ സുഖലോലുപതയുടെ മനുഷ്യനാണെങ്കിൽ, ആഡംബരത്തിൻ്റെ ആസക്തിയുടെ മനുഷ്യനാണെങ്കിൽ, അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി വിട്ടുപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ വഴിയിലേക്ക് നീ കടന്നു വരണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെടുക്കണം. ഞാൻ നടന്ന അതേ വഴിയിലൂടെ നീയും നടക്കണം. കുരിശെടുത്ത് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ സഹിക്കുവാൻ, എൻ്റെ കൂടെ മരിക്കുവാൻ, എനിക്ക് വേണ്ടി ജീവൻ തരുവാൻ മനസ്സുണ്ടോ? ഇതാണ് ആ വചനത്തിൻ്റെ അർത്ഥം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത്. കുരിശെടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ യേശുവിനെ തറച്ച ആ കുരിശിൻ്റെ മറുപുറത്ത് മറ്റൊരാൾ കൂടി തറയ്ക്കപ്പെടുവാൻ ഇടമുണ്ട്. അവിടെ നീ തറയ്ക്കപ്പെടുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് തറയ്ക്കപ്പെടുവാൻ, അവിടെ സഹിക്കുവാൻ നിനക്കൊരുക്കമുണ്ടെങ്കിൽ നീ വരിക. യേശു നിന്നെ വിളിക്കുന്നു അവൻ നടന്ന വഴിയിലൂടെ നടക്കുവാൻ. അവൻ്റെ വഴി, ക്രിസ്തുവിൻ്റെ വഴി, അത് സുഖലോലുപതയുടെ വഴിയല്ലായിരുന്നു, ആഡംബരത്തിൻ്റെ വഴിയല്ലായിരുന്നു, ആസക്തികളെ കീഴ്പ്പെടുത്തിയ വഴിയായിരുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് 40 രാവും പകലും മരുഭൂമിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ച യേശുവാ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തിയും ബലവും നമ്മൾ തിരിച്ചറിയണം. ഭക്ഷണത്തിൻ്റെ ആസക്തിയും ജഡമോഹങ്ങളുടെ പിന്നാലെയും പരക്കം പായുന്ന നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇത് നാശത്തിൻ്റെ വഴിയിലൂടെ ഉള്ള യാത്രയാണ്. സുഖലോലുപത അതൊരു പാപമാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവണം. മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം, വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. വീഞ്ഞ് പരിഹാസകനാണ്, മദ്യം കലഹക്കാരനാണ്, അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. മദ്യത്തിന് അടിമയായ ഒരു വ്യക്തി അവൻ കലഹമുണ്ടാക്കാറുണ്ട്. മദ്യത്തിന് അടിമയായി വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വ്യക്തികൾ, അവരെ മറ്റുള്ളവർ പരിഹസിക്കാറുമുണ്ട്. മദ്യത്തിൻ്റെ ആ സുഖം തേടിയുള്ള ആ പോക്ക് എത്രയോ കുടുംബങ്ങളായി ഇന്ന് നശിച്ചിരിക്കുന്നത്. അതും മദ്യത്തിൻ്റെ സുഖം ജഡത്തിൻ്റെ സുഖം തന്നെയാണ്.
മദ്യത്തിൻ്റെ ആസക്തി അത് ജഡത്തെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ആസക്തിയാണ്. മദ്യപാനത്തിൽ നിന്ന് ഒരു മോചനം നമുക്ക് ആവശ്യമുണ്ട്. സുഭാഷിതങ്ങൾ 21:17 സുഖലോലുപൻ ദരിദ്രനായിത്തീരും, വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാൻ ആവുകയില്ല. സുഖലോലുപനായ ഒരു മനുഷ്യൻ അവൻ ദരിദ്രനായി തീരുമെന്ന് വചനം പറയുക. സുഖലോലുപതയ്ക്ക് വേണ്ടി നിന്റെ പണം നീ ചെലവഴിക്കുമ്പോൾ, കൈവിട്ട് പണം നീ ചെലവഴിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നീ ഒരിക്കൽ ദാരിദ്ര്യത്തിൽ അകപ്പെടുവാനായിട്ട് പോകുക. സുഖലോലുപത നിറഞ്ഞ ജീവിതം നയിച്ച് തകർന്നുപോയ അനേകം കുടുംബങ്ങളുണ്ട്. തൻ്റെ വരുമാനം എത്രമാത്രമെന്ന് തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിക്കാത്ത പല കുടുംബങ്ങളും സാമ്പത്തികമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. സുഖലോലുപത ആ ഒരു പാപം നമ്മളെ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയാണ്. വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാൻ ആവത്തില്ല. മദ്യത്തിൻ്റെ ലഹരിയിൽ, വീഞ്ഞിൻ്റെ ലഹരിയിൽ, സുഗന്ധ തൈലങ്ങൾ, അതിലൊക്കെ ആസക്തി നിറഞ്ഞ വ്യക്തികൾ അവർ ഒരിക്കലും ധനവാൻ ആവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പാപത്തിൻ്റെ ആസക്തികളെ നീ വിട്ടുപേക്ഷിക്കണം. കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനുള്ള തീരുമാനം നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിത തലങ്ങളിലും നിൻ്റെ ജീവിതത്തിലേക്ക് എപ്പോൾ അശനിപാതം പോലെ തകർച്ച കടന്നു വരുമെന്ന് ഓർത്തുകൊള്ളുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം 20-21 വചനങ്ങൾ. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. അമിതമായിട്ട് വീഞ്ഞു കുടിക്കുക, മദ്യലഹരിക്ക് അടിമകളാകുന്നവർ, അതുപോലെ പറയുന്നു മാംസം ഭക്ഷിക്കുന്നവർ, മാംസാഹാരത്തിന് അടിമയായവർ. ചില വ്യക്തികളുണ്ട്, മാംസമില്ലാതെ ഒരാഹാരവും അവർക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. ഇറച്ചി ആഹാരങ്ങളോട് അമിതമായ താല്പര്യം, അത് പാടില്ല എന്നിവിടെ വചനത്തിൽ ഒരു സൂചന നമുക്ക് നൽകുകയാണ്. മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും. മദ്യപനായ മനുഷ്യ, നീ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലം നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കൾക്ക് സംഭവിക്കാനായിട്ട് പോകുക. മദ്യപാനം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. ഭോജനപ്രിയം അത് നല്ലതല്ല. ആവശ്യത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭോജനപ്രിയം, ചില ആഹാരങ്ങളുടെ അമിതമായ ആസക്തി ഉള്ളവർ, ചില ഭക്ഷണപാനീയങ്ങളോട് അമിതമായ താല്പര്യമുള്ളത്, അതൊക്കെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. എപ്പോഴും ഇറച്ചി ആഹാരം കഴിക്കുക, ലഹരിക്ക് അടിമയായി ജീവിക്കുക, ഭോഗാസക്തിക്ക് അടിമയായിട്ട് മാറുക, കാമവികാരങ്ങളെ താലോലിക്കുക, ഇത് ഒരു ആത്മീയ മനുഷ്യന് ചേർന്നതല്ല. ഇത് ലോകത്തിൻ്റെ മനുഷ്യന്, ആസക്തിയുടെ മനുഷ്യൻ, ജഡിക മനുഷ്യൻ്റെ വികാരങ്ങളും ചിന്തകളും തോന്നലുകളുമാണ്. മത്തുപിടിച്ചു മയങ്ങുന്നവന് കീറ തുണി ഉടുക്കേണ്ടി വരും. ലഹരിക്ക് അടിമപ്പെട്ട മനുഷ്യന് കീറ തുണി ഉടുക്കേണ്ടി വരും. കാരണം ലഹരിക്ക് അടിമപ്പെട്ട് ജീവിച്ച് അവന് സ്വന്തമായിട്ട് നല്ല വസ്ത്രം പോലും ഉണ്ടായിരിക്കത്തില്ല. ആഡംബരത്തിൻ്റെയും അലസതയുടെയും ആസക്തിയുടെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. സുഖലോലുപത, മദ്യാസക്തി ജീവിതത്തിൻ്റെ വ്യഗ്രത. ജീവിതത്തിൻ്റെ വ്യഗ്രത ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് കടന്നു വരുന്നത്? ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയമില്ലാത്ത ഒരു വ്യക്തിയിലാണ് ജീവിത വ്യഗ്രത കൂടുതലായിട്ട് കടന്നു വരുന്നത്.
ജീവിത വ്യഗ്രത, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, എങ്ങനെ ആയിത്തീരും, അങ്ങനെ ചിന്തിച്ച് വ്യഗ്രതപ്പെടുകയാണ്. അത് പാപമാണ്. നാളെയെക്കുറിച്ച് നീ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത്? ഇന്നിനെക്കുറിച്ച് നീ ചിന്തിച്ചാൽ മതി. നിന്റെ ദൈവമായ കർത്താവ് പരിപാലിക്കും. നിന്റെ സകല ആവശ്യങ്ങളിലും നിന്നെ സഹായിക്കുവാൻ, നിന്നെ താങ്ങുവാൻ ദൈവമായ കർത്താവ് കൂടെയുണ്ട്. നമ്മൾ തിരിച്ചറിയണം, ജീവിതത്തിലെ വ്യഗ്രത കൊണ്ട് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ശാന്തമാവുക. ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴെ നീ താഴ്മയോടെ ആയിരിക്കുക. പ്രാർത്ഥനയുടെ മനുഷ്യനാവുക. കർത്താവിൻ്റെ സ്വരത്തിന് വേണ്ടി കാത്തിരുന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിക്കുക. സുഖലോലുപത, ജഡത്തിൻ്റെ ആസക്തി, ലോകത്തിൻ്റെ മോഹങ്ങൾ, ഇവയൊക്കെ നീ വിട്ടുപേക്ഷിക്കുക. ശാന്തമായി കർത്താവിൻ്റെ അടുക്കൽ നീ ആയിരിക്കുക. നിനക്ക് വേണ്ടത് കർത്താവ് എത്തിച്ചു തരും. ആ ദിവസം ഒരു കെണി പോലെ നിൻ്റെ മേൽ വീണ് സാത്താൻ്റെ വലയിൽ നീ അകപ്പെടുന്നതിന് മുമ്പ് സുഖലോലുപത നിറഞ്ഞ ജീവിതം, ആഡംബരം നിറഞ്ഞ ജീവിതം, ആസക്തികൾക്ക് അടിമപ്പെട്ട ആ ഒരു ജീവിതത്തിൽ നിന്ന് നീ പുറത്തു വരിക. കർത്താവ് നിന്നെ വിളിക്കുന്നു. ഈ ഒരു ജീവിതം നിൻ്റെ ആത്മനാശത്തിൻ്റെ വഴിയാണ്. തിരിച്ചു നടക്കുക. കർത്താവിങ്കിലേക്കുള്ള തിരിച്ചു നടപ്പ്. ആ വഴി ഇടുങ്ങിയതാണ്. ആ വഴിയിലൂടെ നടക്കുവാൻ യേശു നിന്നെ ക്ഷണിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും കരമുയർത്തി കർത്താവിനെ ഇന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. കർത്താവായ യേശുവേ, നിങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആഡംബരത്തിൻ്റെ, സുഖലോലുപതയുടെ, ജഡത്തിൻ്റെ അമിത വികാരങ്ങളുടെ, ഭക്ഷണപ്രിയം, ഇതെല്ലാവിധ തിന്മയും വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ ജീവിതം, കർത്താവേ, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാനുള്ള ജീവിതം, ഉപവസിക്കാനുള്ള ഒരു കൃപ ഇതെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരം നീട്ടണമേ, ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. അത് എൻ്റെ ഡിസ്കുകൾ ഒരെണ്ണം ഇച്ചിരി ഉള്ളിലോട്ട് കയറിയ. എവിടെയായിട്ടാ 5 ഡിസ്ക് ഉള്ളത്. 5ാമത്തെ ഡിസ്ക് അകത്തോട്ട് കയറി. അതായത് ഈ മകൻ പറയുന്നത് വളരെ ജന്മനാ തന്നെ ഉള്ളതാണ്. 5 ഡിസ്ക് ഉള്ളതിൽ ഒരെണ്ണം അകത്തോട്ട് കയറിയാണ് ഇരിക്കുന്നത്. ബാക്കി 4 ഡിസ്കുകൾക്ക് കൂടുതൽ സ്ട്രെയിൻ വന്ന് പിന്നെ വെയിറ്റും കൂടി. അത് കാരണം ഡിസ്കുകൾ അകത്തോട്ട് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിസ്കുകൾ അത് നട്ടലിൻ്റെ ലാസ്റ്റ് ഭാഗം അല്ലേ? ആ, ഏത് ഭാഗം തൊട്ട് കാണിക്കാമോ? ഇവന് വേണ്ടി ഒന്ന് സ്തുതിക്കാമോ? നമുക്ക് ഈ നട്ടല് ഒന്ന് നിവരുവാനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശുവേ, ഞങ്ങളുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ മകൻ്റെ നട്ടല് നിവരട്ടെ. അകത്തേക്ക് വളഞ്ഞുപോയ നട്ടല് നിവരുവാൻ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു. നട്ടല് നിവരട്ടെ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. നട്ടല് നിവരട്ടെ. ഒന്ന് കുനിഞ്ഞ് എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒന്ന് കുനിഞ്ഞ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി. ഇവിടെ ഡോക്ടേഴ്സ് ആരെങ്കിലും ധ്യാനിക്കുന്നുണ്ടോ? ഡോക്ടേഴ്സ് ആരെങ്കിലും? കഴിഞ്ഞ മാസം 3-4 പേരുണ്ടായിരുന്നു. ഒന്ന് കുനിഞ്ഞ്. സിസ്റ്റർ, ഇവരെ ഈ ഭാഗത്താണ് നട്ടല് അകത്തോട്ടായെന്ന് പറഞ്ഞത്. സിസ്റ്റർ ഒന്ന് തൊട്ട് നോക്കാം. നേരെ നിന്നാലും കുഴപ്പമുണ്ടോ? ആ, സിസ്റ്റർ നന്നായിട്ടൊന്ന് ഞെക്കിയൊക്കെ ഒന്ന് നോക്കിയേ. ഇല്ല, എല്ലാം നേരെ തന്നെ കാണുന്നു. യേശു. എൻ്റെ പേര് ജെസ്സി. അമ്പലപ്പുഴ. നേരെ തന്നെ കാണും.
ഡോക്ടർ കൃത്യമായിട്ട് നട്ടലെ നോക്കിയിട്ട് പറഞ്ഞു നട്ടലെല്ലാം നേരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷമായി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാണ്. കർത്താവിന് കഴിയാത്ത കാര്യമല്ലോ ഉണ്ടോ? വളഞ്ഞ നട്ടല് നീ വരും. നട്ടലില്ലെങ്കിൽ പുതിയ നട്ടല് കർത്താവ് കൊടുക്കും. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും